ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന കപ്പ കൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണി, സബ്സ്ക്രൈബ് ചെയ്യണി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ കുറച്ച് മതി കപ്പ. പിന്നെ ഞാനിതാ കുറച്ച് പച്ചരിയാണ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. 4-5 മണിക്കൂറായിട്ടുണ്ടാവും. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഞാനിതിൻ്റെ മണ്ണൊക്കെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ച് ഇതൊന്ന് വെട്ടിയെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. അങ്ങനെ നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതാ മിക്സിയിൽ ഇടാൻ പാകത്തിന് ചെറുതായി കട്ട് ചെയ്യണം. നന്നായി വേവുന്ന കിഴങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. പച്ചക്ക് കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഇതാ ഒരു ജാറെടുത്തു. ഇതാ ഈ പച്ചരി ഞാൻ 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഇതേ കൂടെ ഈ കപ്പയും കൂടെ ഇങ്ങനെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞില്ലെങ്കിലോ. ഞാനൊന്ന് ഓൺ ചെയ്ത് പൊടിച്ചു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കെടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പും ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ഇതാ നന്നായിട്ട് അരിഞ്ഞു. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ, 2 കപ്പൽ മുളക്, ഒരു ചെറിയൊരു പീസ് കായത്തിൻ്റെ കേട്ടോ, ലേശം ചെറിയ ജീരകം, 2 പ്രാവശ്യം അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലേശം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു കൊത്ത് കറിവേപ്പില, ഒരു മുറി സവാള. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അപ്പച്ചട്ടി വയ്ക്കുക. ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു തവി ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. സിമ്മിൽ ഇങ്ങനെ ഇരുന്ന് വെന്തോട്ടെ. പതുക്കെ വേവുമ്പോഴാണ്, മുരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ്. അരികൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മതി, ഇതിങ്ങനെ എടുക്കാം.